ആഹാ, ഞാൻ ഇവര് രണ്ടുപേരും അങ്ങ് കൊന്നേക്കാം. ഓക്കെ 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 ഓക്കെ. പെട്ടെന്ന് പെട്ടെന്ന് അവനെ വെടി വെക്കുന്നു. ഓക്കെ, ഞാൻ അടുത്തവനും കൂടെ. അവനെന്തത് കൊള്ളാത്തെ? ഓക്കെ, അവൻ വരുന്നുണ്ട്. ഓക്കെ, അവനെ കൊണ്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്യണം, എന്നിട്ട് എനിക്ക് ജയിലിൽ ചാടണം. ഇനി എനിക്ക് ജയിലിൽ ചാടേണ്ട സമയമായി. ഓക്കെ, എനിക്കിത് അറിയാം. ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ ഞാൻ ചാടാൻ പോവാണ്. ഓക്കെ. ആഹാ, ഞാൻ ജയിലിൽ ചാടിയിട്ടുണ്ട്. ഇവിടെ കുറെ പോലീസ് വണ്ടിയുണ്ട്. അപ്പൊ ഇതിലേതെങ്കിലും ഒരു പോലീസ് വണ്ടി അങ്ങ് എടുക്കാം. ഈ പോലീസ് വണ്ടി എടുക്കാം, പെട്ടെന്ന് ഓടിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ പോലീസ് വല്ലതും പണിയാണ്. അയ്യോ, എനിക്ക് ഇതിനായിട്ട് സ്റ്റാറൊന്നും വീണില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ആ ചാരു അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു എനിക്ക്. എന്തായാലും ഇനി ഇവിടെ ഒന്നും നിൽക്കണ്ട, ഇനി എവിടെയെങ്കിലും പോവാന്നേ ഉള്ളു മാർഗം. ഇനി എവിടെ പോണം അറിയത്തില്ല. ഇനി എവിടെയെങ്കിലും പോയേ പറ്റൂ എനിക്ക് പെട്ടെന്ന് തന്നെ. ഓക്കെ, എവിടെ പോണം? ഞാൻ ആ ചെന്നൈയിലോട്ട് വരെ ഒന്ന് പോയിട്ട് വരാം, അതായെങ്കിൽ നല്ലതല്ലേ. എനിക്കൊന്ന് ചെന്നൈ വരെ ഒന്ന് പോയിട്ട് വരാം, അതായെങ്കിൽ ഇവിടുന്ന് ആരെയും കണ്ടുപിടിക്കത്തുമില്ല. അതെങ്കിൽ എനിക്ക് നല്ലതും കൂടെയാ. ഞാനങ്ങ് പോവാതേ ഉള്ളു. എൻ്റെ പാസ്പോർട്ട് എല്ലാം ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. നീ പോയി ഫ്ലൈറ്റിൽ കയറിയിരിക്കണം, ആരും കാണാതെ. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നില്ല, അതുകൊണ്ടാ. ഇനി ചെന്നൈയിലോട്ട് തന്നെ പോവാം. ഹലോ ഗായ്സ്, ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ന് ഇന്ത്യൻ ബൈക്സ് 3 കളിക്കുന്നത് ഗൈസ്. ഇന്നാണ് നമ്മൾ അവനെ ജയിലിലിട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മിലിറ്ററി ഡ്രസ്സൊക്കെ ഗൈസ് നമ്മളങ്ങനെ ബുഗാട്ടി വന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ പഴയ വീടിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ എടുത്തായിരുന്നു കണ്ടു ഗൈസ്. നമ്മുടെ ടയറില്ലാത്ത ബുഗാട്ടി നല്ല കാറാണ് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ട് ഗൈസ്. നമ്മുടെ ഫോണിൽ നിന്ന് ആരോ വിളിക്കുന്നു ഗൈസ്, നോക്കട്ടെ ഗൈസ്. ഇപ്പം നമ്മൾ ആരെ വിളിച്ചതെന്ന് പറയട്ടെ ഗൈസ്. പോലീസ് ഉണ്ട് ഗൈസ്. എന്ത് പ്രശ്നമെന്ന് വെച്ചാൽ മറ്റവൻ ജയിലിൽ ചാടി ഗൈസ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഗൈസ്. വെച്ചാൽ ജയിലിൽ ചാടിയിട്ടുണ്ട്. പിന്നെ അവിടെ കുറേ പോലീസ് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അവൻ പോലീസ് വണ്ടിയൊക്കെ കത്തിച്ച് ഗൈസ്. കുറേ നഷ്ടമാണ് നമുക്കുണ്ടായത് ഞങ്ങൾക്ക്. പക്ഷെ ഞാനൊരു ഏകദേശം ഒരു പോലീസാണെന്ന് പറയാം. ഗൈസ് പോകത്തെ. ഓക്കെ, നമുക്ക് മാക്സിമം സ്പീഡിൽ തന്നെ പോകണം. എന്താ വെച്ചാൽ പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്താണ് ഗൈസ്, നമുക്ക് നോക്കാം. അവനെല്ലാവരും വെടിവെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അവിടെ ഞാനിങ്ങനെ അറിഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ക്യാമറ ഉണ്ട് ഗൈസ്. ക്യാമറ എന്നാണ് പറഞ്ഞത് ഗൈസ്, അതാണ് നമ്മൾ അങ്ങനെ അറിഞ്ഞത് ഗൈസ്. ഗൈസ് നമുക്ക് എന്തായാലും അകത്ത് കയറാൻ വണ്ടി കൊണ്ട്. ഇപ്പം ഗൈസ് പോലീസിൽ ആരും ഇല്ല, ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. ഇവിടെ എല്ലാവരും ഉള്ളൊരു ആംബുലൻസ് കയറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. പോലീസ് ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. അവന് എവിടുന്ന ജയിൽ ചാടിയെന്ന് വെച്ചാൽ അവിടെ നിന്നാണ്. ഇവിടെ ഒരു ഹോളുണ്ട് ആ ഭിത്തിന്ന്. പിന്നെ ഗൈസ് അവിടെ ഈ ക്യാമറ കൊണ്ടാണ് കണ്ടത്. ഭാഗ്യം പോയി അവൻ ക്യാമറ കണ്ടില്ല, അതുകൊണ്ട് പെട്ടെന്ന് ചാടി. ഇവിടുന്ന് ഇവിടെ വേറെ ഒരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു, ആ പോലീസ് വണ്ടി അങ്ങ് എടുത്തോണ്ട് പോയി. ഇപ്പം ഗൈസ് ആ എയർപോർട്ടിൽ കണ്ടിട്ട് പോലീസ് വണ്ടി ഇല്ലേ, അപ്പം അത് തന്നെ ആയിരിക്കും. അവൻ എവിടെ ഇപ്പം പോയെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഗൈസ് എന്തായാലും നമുക്ക് എയർപോർട്ടുകാരോട് ചോദിക്കാം ഇപ്പം ലാസ്റ്റ് ഫ്ലൈറ്റ് എവിടോട്ടാണ് പോയെന്ന് നമുക്ക് ചോദിക്കാം. എന്നിട്ട് അവനെ പിടിക്കണം ഗൈസ്. എന്നിട്ട് പിന്നെ ജയിലിലുണ്ട് ഗൈസ്. വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യണം, എന്തെങ്കിലും ചെയ്തേ പറ്റും ഗൈസ്. അവൻ ജയിലിൽ ചാടി. ഇനി എന്തെങ്കിലും നമുക്ക് പണി തരും. ഇനി ഈ കാറും കൂടെ പോയാലോ. പണി ഗൈസ്. വെയിറ്റ് ഗൈസ്, അതെന്താ ബൈക്ക് അവിടെ? എനിക്ക് മനസ്സിലായി ഗൈസ്. ഇന്നല്ലായിരുന്നു അവനെൻ്റെ കാറൊക്കെ കത്തിച്ചേ. അപ്പം അവനങ്ങനെയാണ് ഈ ബൈക്ക് ഇവിടെ വെച്ചാൽ. ബൈക്കും കൂടെ ഉണ്ട് ഗൈസ്. ബൈക്ക് അവിടെ ഇരിക്കട്ടെ ഗൈസ്, തെളിവിന് എന്തെങ്കിലും ആവശ്യം വരുമായിരിക്കും ഗൈസ്. എന്നാലും ബൈക്ക് അവിടെ ഇരിക്കട്ടെ, കത്തിക്കണ്ട. പിന്നെ അവൻ്റെ ലംബോർഗിനി കാറും അവിടെ ഇരിപ്പുണ്ട്. എന്തായാലും നമുക്ക് കുഴപ്പമില്ല, ഇടിച്ചാലും പ്രശ്നമില്ല. നമുക്ക് എന്തായാലും ഇപ്പം എന്തെങ്കിലും ചെയ്തേ പറ്റും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഏകദേശമൊക്കെ ഒരു പോലീസാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളൊരു പോലീസാണ് ശരിക്കും. ഇതുകൊണ്ട് അവിടെ ഒരു പോലീസുകാരൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ ഡോറൊക്കെ തുറന്നിരിപ്പുണ്ട് ഗൈസ്. പക്ഷേ ഇനി ഇതിനകത്ത് വരെ കയറിയാണോ പോയത് അറിയത്തില്ല. എന്തായാലും എയർപോർട്ടിനോട് ചോദിക്കാം ലാസ്റ്റ്. ഇതാണ്ട് ഗൈസ് ചോദിക്കാം ലാസ്റ്റ് ഫ്ലൈറ്റ് ഏതാണ് പോയതെന്ന്. ഗൈസ് ഇതാണ്ട് പോലീസുകാരൊക്കെ ഡോറൊക്കെ തുറന്ന് ആ ചില്ലൊക്കെ പൊട്ടിയിരിക്കുന്നു ഗൈസ്. അവൻ തന്നെ ആയിരിക്കും ഇതിൽ പോയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഗൈസ്. നോക്കാം ഗൈസ്. അവൻ്റെ ഒന്നും ഇല്ല ഗൈസ്. ഇവിടെ ഒരു പോലീസുകാരുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ ഗൈസ്. ഇത് ഒരു പോലീസിൻ്റെ വണ്ടിയാണ്
ഗൈസ് എന്തായാലും നമുക്കിപ്പോൾ എയർപോർട്ടിൽ കയറി നോക്കാം ഗൈസ്. നമ്മളൊരു പോലീസ് ആയതുകൊണ്ട് നമ്മളെ കയറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൈസ് നമുക്ക് കയറി നോക്കാം. ലാസ്റ്റ് ഫ്ലൈറ്റ് ചെന്നൈയിലോട്ടാണ് പോയതും അത് മഞ്ഞ കളർ ഫ്ലൈറ്റാണ് ഗൈസ്. ഇതുപോലത്തെ ഫ്ലൈറ്റ് ഒന്നുമല്ല ഗൈസ്. എന്നാലും അത് ചെന്നൈയിലോട്ടാണ് ഗൈസ് പോയത് ഗൈസ്. അതായത് നമുക്കിനി ചെന്നൈയിലോട്ട് തന്നെ പോവാം ഗൈസ്. പക്ഷെ നമുക്കിനി പാസ്പോർട്ടൊക്കെ എടുക്കണം, അതുകൊണ്ട് വേണ്ട, നമുക്ക് പ്ലെയിനിൽ പോകുന്നത് നമുക്ക് കാറിൽ തന്നെ പോവാം. ഇവിടെ അടുത്തൊന്നുമല്ല ചെന്നൈ, ഇച്ചിരി ദൂരമായിട്ട് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പോവാം. ഇച്ചിരി ദൂരമാണ് ഗൈസ് ചെന്നൈക്ക്. കാർ അവിടെ തന്നെ ഇരിക്കട്ടെ ഗൈസ്. ആ പോലീസുകാരൊക്കെ തെളിവിന് വേണമെങ്കിൽ എടുത്തോണ്ട് പോയിക്കോളും ഗൈസ്. എന്ത് തെളിവ്, അവൻ തന്നെ ജയിലിൽ ചാടിയത്, പിന്നെന്തുവാ ഗൈസ്. എന്തായാലും നമ്മൾ ഡോറൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട് ഗൈസ്. മറ്റവൻ്റെ കാറ് ഈ ബൈക്കും കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ബൈക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് നമുക്ക് കിട്ടിയതാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടതാണ് ആ ബൈക്ക് ഗൈസ്. നമുക്ക് ഈ ബൈക്കിൽ പോകുമ്പോൾ സിമ്പിളാണ്. നമുക്ക് എന്തായാലും പോവാൻ പെട്ടെന്ന് തന്നെ. നമുക്ക് ചെന്നൈ പോകണമെങ്കിൽ ചെന്നൈ പോയിട്ട് എനിക്കൊരു ഫ്രണ്ട്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളന്ന് കാർ വാങ്ങാൻ പോയില്ലേ, ഉറൂസ്, അതൊക്കെ അത് പാർട്ട് 1 ഗൈസ്. അതൊക്കെ വാങ്ങാൻ പോയില്ലേ ഗൈസ്. അവിടെ എനിക്കൊരു ഫ്രണ്ടുണ്ട്. അതും പിന്നെ വേറെ ഒരു ഫ്രണ്ടും കൂടെ. ആരാന്ന് വെച്ചാൽ നമ്മുടെ ഷോറൂം ആൾ തന്നെ. പിന്നെ വേറൊരു ഫ്രണ്ടും. എനിക്കാകെ 2 ഫ്രണ്ട്സേ ഉള്ളൂ ചെന്നൈയിൽ. എന്ന് വെച്ചാൽ ഒരാൾ ചെന്നൈ ഇച്ചിരി ദൂരെയാണ്, എന്നാലും നമുക്ക് പോവാം ഗൈസ്. നമുക്ക് ട്രെയിനിൽ പോകണം ഗൈസ്. ട്രെയിനിൽ പോകാൻ പറ്റും. ഇത് കാർഗോ ട്രെയിനാണ് ഗൈസ്. കാർഗോ ട്രെയിൻ എന്ന് വെച്ചാൽ ഇവിടെ ഇത് കൊടുക്കാൻ വേണ്ടിയാണ്. ഒരു സ്ഥലത്തോട്ട് ആ സ്ഥലത്തോട്ട് പോകാൻ. മറ്റേ ട്രെയിൻ വന്നിട്ടില്ല ഗൈസ്. നമുക്ക് എന്തായാലും പോവാം. ട്രെയിനൊക്കെ പോകണ്ട, നമുക്ക് ഈ വഴി കൂടെ തന്നെ പോവാം. പെട്ടെന്ന് തന്നെ നമുക്ക് പോകണം ചെന്നൈയിൽ എത്തണം ഗൈസ്. ഇപ്പം പ്ലെയിൻ ലാൻഡ് ചെയ്ത് ഞാൻ വിചാരിക്കുന്നത് 2 മണിക്കൂർ 1 മണിക്കൂർ മുമ്പാണ് എടുത്തായിരുന്നു ഫ്ലൈറ്റ്. ഇപ്പം ലാൻഡ് ചെയ്ത് എനിക്ക് വിചാരിക്കുന്നു ഗൈസ്. ചെന്നൈ എത്തിക്കാണും ഗൈസ്. എന്നാലും നമുക്ക് പോവാം. അപ്പം ഗൈസ് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ചെന്നൈ എത്തിയിട്ടുണ്ട് ഗൈസ്. ഒന്നല്ല ഗൈസ്, 2 മണിക്കൂർ. പ്ലെയിനൊക്കെ 1 മണിക്കൂർ എടുത്തതുള്ളൂ. പ്ലെയിൻ ഭയങ്കര സ്പീഡല്ലേ ഗൈസ്. ഇനി ഇവിടെ അവൻ എവിടാന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. പിടിക്കരുത് ഗൈസ്. ഇവിടെ ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് ആ ഡീലർഷിപ്പിനോട് തന്നെ ചോദിക്കാം. ഗൈസ് ഇവിടെ ഒരു എയർപോർട്ട് അത്ര കുറവാണ്. ഇവിടെ എയർപോർട്ടേ ഇല്ല ഗൈസ്. അതുകൊണ്ട് ഇവിടേക്കാണ് ലാൻഡ് ചെയ്യുന്നുണ്ടോ ഗൈസ്, ഈ പ്ലെയിൻ സ്ഥലത്തോട്ട് ഗൈസ്. ഇവിടെ കുറേ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഗൈസ്. ഉണ്ട് ഇവിടെ ട്രെയിൻ മാത്രമേ പോകത്തുള്ളൂ ഗൈസ്. കണ്ടോ ഈ ട്രെയിനിൻ്റെ ഹോളാണ്, അവിടെ നിർത്തും ട്രെയിൻ. ഇവിടെ ഇതാണ് എയർപോർട്ട് ഗൈസ്. എയർപോർട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് എയർപോർട്ട് വെച്ചേക്കുന്നത്. ചെറിയ എയർപോർട്ടൊക്കെയാണ് ഗൈസ്. ഇവിടെ എങ്ങാണ്ടാണ് അവൻ്റെ ഡീലർഷിപ്പ് ഗൈസ്. ഞാൻ വിചാരിക്കുന്നു അതങ്ങാണ്ടാണെന്ന് തോന്നുന്നു. നമുക്കത് ഡീലർഷിപ്പിൽ കയറാം. അപ്പോൾ ഗൈസ് ഡീലർഷിപ്പിൽ കയറിയിട്ടുണ്ട്. അവൻ പറഞ്ഞായിരുന്നു ഒരു മഞ്ഞ പ്ലെയിൻ വന്ന്, പക്ഷേ അതിനകത്ത് മറ്റേവനെ കണ്ടെത്തില്ലെന്ന് ഗൈസ്. ഇപ്പം ന്യൂസ് മൊത്തം അത് തന്നെയാണ് ഗൈസ്. ഇനി നമ്മുടെ മറ്റേ ഫ്രണ്ട് ചോദിക്കണം ഗൈസ്. ഈ മറ്റേ ഫ്രണ്ട് താണ്ട് ഇവിടെ ആണ്, താണ്ട് ഈ ബിൽഡിംഗാണ്, താണ്ട് വലിയ ബിൽഡിങ്ങാണ്, വലിയ ഫ്ലാറ്റാണ് ഗൈസ്. എവിടോട്ടങ്ങ് നിർത്താം ഗൈസ്. നമുക്ക് ഇറങ്ങി നോക്കാം. അവനിനി എത്രാമത്തെ ഫ്ലോറാന്ന് വിചാരിച്ചാൽ ഗൈസ്. എനിക്കറിയാം, ഞാൻ അന്ന് ബുഗാട്ടി ഷോറൂമിനാണ് പൈസ കൊടുക്കാൻ വന്നപ്പോൾ ഞാൻ കയറിയതായിരുന്നു ഒരിക്കൽ. അത് എനിക്ക് തോന്നുന്നത് 1st ഫ്ലോറാണ് ഗൈസ്. അവൻ എന്തോ പറഞ്ഞെന്ന് വെച്ചാൽ അവനെ കണ്ടു ഗൈസ്. അവൻ ഇന്ന് ഒരു മണിക്കൂർ മുമ്പ് വെളി ഇറങ്ങിയിട്ട് പോയപ്പോൾ അവനെ കണ്ട്. ഞാൻ അവൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചായിരുന്നു ഗൈസ്. എൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് അവൻ്റെ. അവൻ പറഞ്ഞ് ഇതാണ്ട് ഏതോ ബിൽഡിങ്ങിൽ കയറുന്നതാണ് കണ്ടത്. പക്ഷെ ഏത് ബിൽഡിങ്ങാന്ന് അതിൻ്റെ അത്ര ഉറപ്പില്ല ഗൈസ്. ഇവിടെ പോലീസ് സ്റ്റേഷനും ഇല്ല, അതാണ് ഏറ്റവും പ്രശ്നമായത് ഗൈസ്. നമ്മളതിൻ്റെ ഒരു പോലീസല്ലേ ഗൈസ്, അതുകൊണ്ട് പ്രശ്നമില്ല ഗൈസ്. നമുക്കൊരു പറക്കുന്ന കാറുണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. അതുകൊണ്ട് നമ്മൾ 2 മണിക്കൂർ കൊണ്ട് ചെന്നൈയിലോട്ട് എത്തിയത് ഗൈസ്. നമ്മളിതൊന്നും പറയാതിരിക്കാം. നമുക്ക് പെട്ടെന്ന് അവനെ തന്നെ പിടിക്കണം. എന്ന് വെച്ചാൽ അവൻ എന്തെങ്കിലും ചെയ്യും. എന്ന് വെച്ചാൽ ഇനി അവൻ നാട്ടിലോട്ട് പോയോന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇത് 2 മണിക്കൂറായില്ലേ ഗൈസ്. എന്നാലും നോക്കാം ഗൈസ്. അവൻ പറഞ്ഞത് താണ്ടെ അപ്പുറത്തെ ബിൽഡിങ്ങാണ് താണ്ടത്. ആ ബിൽഡിങ്ങിൽ കയറുന്നതാണ് കൊണ്ട് നമുക്ക് ഈ ബിൽഡിങ്ങുകാരോട് ചോദിക്കാം ഇങ്ങനത്തെ ഒരാൾ എപ്പോഴെങ്കിലും വന്നോന്ന്. നമുക്ക് ചോദിക്കാം, അതേ ഉള്ളൂ ചോദിക്കാൻ. കാരണം ഇനി അവനെങ്ങാണ് പണിയാവും അറിയത്തില്ല ഗൈസ്. ഇനി നമുക്ക് ചോദിക്കാം ഗൈസ്. അവർ പറഞ്ഞ് അവൻ പോയെന്ന് ഗൈസ്. അവൻ പോയെന്ന് ഗൈസ്. ഇപ്പോൾ ഒരു 2-3 മണിക്കൂറായുള്ളൂ. പിന്നെ പെട്ടെന്ന് അവൻ പോയി ചെന്നൈയിൽ നിന്ന്. അവൻ പറഞ്ഞത് വേറെ ഏതോ ഫ്ലാറ്റിൽ കയറിയെന്നാണ്, പോകുന്നതാണ് പറഞ്ഞത് ഇവരോട്.
ഗൈസ് ഇനി പണിയാണ്. ഏത് ഫ്ലാറ്റാണെന്ന് പറഞ്ഞത് ഗൈസ്. ഇത് ഏറ്റവും പാടാണല്ലോ ഗൈസ്. അവനെ കണ്ടുപിടിക്കുകയും ചെയ്യണം ഗൈസ്. ഇനി എന്തോ ചെയ്യും ഗൈസ്. ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റും ഗൈസ്. ഗൈസ് ഇവിടെ അങ്ങോട്ടാണ് ഇത്. അല്ല ഗൈസ്. ഗൈസിന് അവനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ഗൈസ്? നമ്മളൊക്കെ ഒരു കോള് വരുന്നുണ്ട് ഗൈസ്. എന്തോ ഒരു കോള്. എന്തോ ഒരു കോളെന്ന് വെച്ചാൽ നമ്മുടെ വീട് പോലീസ് സ്റ്റേഷനൊക്കെ കത്തിക്കുന്നു. ഇപ്പോൾ അവിടെ കുറേ ഫയർ എൻജിൻസ് ഒക്കെ വന്നെന്ന് ഗൈസ്. എന്തോ പണിയാ ഗൈസ്. ആ നാട്ടിലോട്ട് പോയി ഗൈസ്. കേരളത്തിലോട്ട് ചെന്നൈയിലോട്ട് നമ്മൾ പോയിട്ടുണ്ട് ഗൈസ്. ഇവിടെ അത്ര റോഡൊന്നും ഇല്ല ഗൈസ്. നമ്മുടെ പുല്ലിക്കൂടെ ഒക്കെ പോകണം ഗൈസ്. അവിടെയാണ് എയർപോർട്ടിൽ പിന്നെ ട്രെയിൻ പാല് മാത്രമേ എടുത്തുള്ളൂ ഇവിടെ ഗൈസ്. എന്നാലും മാക്സിമം നമുക്ക് പോകണം സ്പീഡിൽ തന്നെ ഗൈസ്. ഇവിടെ കുറേ പോലീസ് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ആ പോലീസിനോട് ചോദിക്കാം എന്തോ സംഭവിച്ചെന്ന്. സാറേ ഇവിടെ എന്തോ സംഭവിച്ചേ? എനിക്കറിയത്തില്ല. ഇവിടെ മൊത്തം കത്തിച്ചു വെച്ചേക്കോ. ഇവിടെ മൊത്തം എല്ലാം കത്തിപ്പോയി ഗൈസ്. ഇവിടെ ആരാ കത്തിച്ചതെന്നറിയാവോ? എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ കയറി വന്നേ പോലീസ് വണ്ടി കൊണ്ട്. പോലീസുകാരോട് ഒന്നും അറിയത്തില്ല. ഇനി എന്തോ ചെയ്യും ഗൈസ്. നമ്മുടെ വീട് കത്തിപ്പോയെന്ന് പറഞ്ഞില്ലേ ഗൈസ്? അയ്യോ മൊത്തം പണിയായി ഗൈസ്. മൊത്തം എന്താണ് കുറേ ഫയർ എൻജിൻസും 3 പോലീസ് വണ്ടിയൊക്കെ വന്നിരിക്കുവാണ് ഇവിടെ ഗൈസ്. എന്തോ അവനാണ് ചെയ്തതെന്ന് മനസ്സിലാകുന്നുണ്ട്. എന്ന് വെച്ചാൽ അവനാ ചെയ്തതെന്ന് വെച്ചാൽ ക്യാമറയിൽ കൂടെ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ക്യാമറയില്ല, ഫ്രണ്ടിലത്തെ ക്യാമറ കൂടെ കണ്ട് അപ്പോഴാണ് എന്നെ പിന്നെയും വിളിച്ചത്. അവിടെ ചെന്നൈ ഇരിക്കുന്ന സമയത്ത് നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ചെന്നൈ എവിടെ എത്തിയായിരുന്നു ഗൈസ് നമ്മുടെ വീട്ടിൽ ഗൈസ്. വെയിറ്റ് ഗൈസ്. നമ്മുടെ വീട് മൊത്തം കത്തിപ്പോയി ഗൈസ്. എന്തോ ചെയ്യും കണ്ടു ഗൈസ്. ചെറുതായിട്ടൊക്കെ അവിടെയൊക്കെ കത്തിയിട്ടുണ്ട്. നമ്മൾ TV ഒന്നും കാണുന്നില്ല ഗൈസ്. അവനെന്നാലും ഒരു പണി കൊടുത്തേ പറ്റൂ ഗൈസ്. എന്തോ പണി കൊടുക്കും ഗൈസ്. കണ്ടോ ഗൈസ്. അവൻ്റെ അല്ല, അതാണ് പോലീസ് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഫയർ എൻജിൻസും വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വീടും കത്തിപ്പോയി. അവൻ നമ്മുടെ വീട് എന്തിനാ കത്തിച്ചേ ഗൈസ്? ആദ്യത്തിൽ നമ്മുടെ വീടൊക്കെ കത്തിച്ച് ഗൈസ്. നമ്മുടെ വീടൊന്നും കത്തിക്കണ്ടായിരുന്നു ഗൈസ്. താണ്ടെ നമ്മുടെ പോലീസ് വണ്ടിയൊക്കെ ഉണ്ട്. 2 ഫയർ എൻജിൻസാണ് വന്നത്. പോലീസ് 2 ഫയർ എൻജിൻ. ഇവിടെ 3 പോലീസ് വണ്ടിയാണ് വന്നിരിക്കുന്നത് ഗൈസ്. നമ്മുടെ അടുത്ത് തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷൻ. അതുകൊണ്ട് കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. ഇനി എന്തോ ചെയ്യാനാ ഗൈസ്? ഇനി അവനെ കണ്ടുപിടിക്കണം ഗൈസ്. എന്തായാലും അവൻ വിചാരിക്കുന്നേ എൻ്റെ പണ്ടത്തെ വീടല്ല ഗൈസ് ഞാൻ നോക്കാൻ പോകുന്നത്. ഇനി അവൻ എന്തായാലും വീട് മാറി കാണും. എന്തായാലും അവൻ ഇവിടെ തന്നെ ഇനി കാണത്തുള്ളൂ ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അവന് പാസ്പോർട്ടൊക്കെ എടുത്താണ് പോകുന്നത്. അല്ലാതെ അവനും പോയിട്ട് കാണത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ അവൻ എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് എനിക്കിപ്പം മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ അവൻ്റെ ബാഗ് എടുത്തില്ലായിരുന്നു. ആ ബാഗ് എടുക്കാതെ മറന്നുപോയി ഗൈസ്. അവൻ അങ്ങനെ രക്ഷപ്പെട്ടു പോയതാണ് ഗൈസ്. ഇനി നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ജയിലിടാൻ നോക്കണം ഗൈസ്. അവൻ നല്ല പവർഫുള്ളാണ് ഗൈസ്. നല്ലൊരു ശക്തിയുള്ളവനൊക്കെയാണ് ഗൈസ് അവൻ. ഗൈസ് ഇനി അവൻ എവിടാന്ന് അറിയത്തില്ല ഗൈസ്. അതായത് അവനെ ഇനി നമ്മൾ എന്തോ ചെയ്യും ഗൈസ്. ഇനി അവൻ ഏത് ബിൽഡിങ്ങിലാണെന്ന് ഞാൻ വിചാരിക്കും ഗൈസ്. നമ്മുടെ ഡോറൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. ലംബോർഗിനിയൊക്കെ അവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്തേ പറ്റൂ ഗൈസ്. അവന് എന്തൊക്കെയാ ചെയ്യുന്നത് ഗൈസ്? ഇതൊക്കെ ചെയ്യാവൂ ഗൈസ്. മൊത്തം പ്രശ്നമാണ് ഗൈസ്. അവൻ അങ്ങനെയൊക്കെ ചെയ്ത് ഗൈസ്. അവൻ എന്താ ഗൈസ്? അവനിനി ഏത് ബിൽഡിങ്ങിലാണെന്ന് പോലും എനിക്കറിയത്തില്ല ഗൈസ്. അവൻ എന്തെങ്കിലും നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ഈ വണ്ടികളുണ്ട്. വീടും പോയി ഗൈസ്. എല്ലാം പോയി. വീടും എല്ലാം പോയിട്ടുണ്ട് ഗൈസ്. നമ്മൾ എന്തോ ചെയ്യുമെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല ഗൈസ്. എന്തോ ചെയ്യാനാ ഗൈസ്? ഒരു മാർഗ്ഗമേ ഉള്ളൂ ഗൈസിന്. ഒരു മാർഗ്ഗമേ ഉള്ളൂ ഗൈസ്. ഇറങ്ങുക ഗൈസ്. തോക്കെടുക്കുക ഗൈസ്. ഇനി അവന് വെളി വെക്കണം. അവനെ എവിടാന്ന് വിചാരിച്ചിട്ടില്ല ഗൈസ്. നമ്മൾ ഇവിടെ മൊത്തം പോലീസ് വണ്ടി വിളിക്കാൻ പോവാ. റോഡ് മൊത്തം ബ്ലോക്ക് ആക്കാൻ പോവാ. എന്നിട്ടേ അവൻ പഠിക്കത്തുള്ളൂ. ഒരിക്കലും അവൻ ചെയ്യരുതൊന്നും ഗൈസ്. ഇനി ഉറങ്ങുമായിരുന്നു ഗൈസ്. ഉറങ്ങിയപ്പോൾ എന്തോ സ്വപ്നം കണ്ടു. നമ്മുടെ ഡിഫൻഡർ കാർ എന്തൊക്കെയോ പോയി. അവൻ ജയിലിൽ ചാടി. ഏതൊക്കെ ജയിലിൽ ചാടി കുറേ സ്വപ്നമൊക്കെ ഞാൻ കണ്ടു ഗൈസ്. സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെയാണല്ലോ ഇപ്പം നടന്നത് ഗൈസ്. നമ്മുടെ കാർ നോക്കേ.
സ്വപ്നത്തിൽ കണ്ടത് എൻ്റെ കാർ പോലും ഇല്ല ഗൈസ്. റോൾസ് റോയ്സ് എല്ലാ കാറും പോയി ഗൈസ്. പണിയായി. അപ്പോൾ സ്വപ്നത്തിൽ കണ്ടതെല്ലാം നടക്കുക. പണിയായി. അല്ല ഇനി പോലീസ് സ്റ്റേഷനിൽ പോയി ആ പോലീസുകാർ എടുത്തിട്ട് അവനെ രക്ഷിക്കണം. അവനെ ജയിലിലിടണോ? ജയിലിലിട്ട് അതിനെക്കാട്ടി പണി വരും. അവൻ്റെ കാർ, എൻ്റെ കാറ്. അപ്പോൾ ഗൈസ് അവൻ്റെ ബൈക്ക് ഇപ്പോൾ അവിടെ കാണുമായിരിക്കുമല്ലേ ഗൈസ്. ഞാൻ ബൈക്ക് നോക്കട്ടെ ഗൈസ്. അവൻ്റെ ബൈക്ക് കാണുമായിരിക്കും. സ്വപ്നത്തിൽ കൂടെ ഇവിടെ ബൈക്ക് ഉണ്ടായിരുന്നു. ബൈക്ക് കാണുമോ? ഞാൻ രക്ഷപ്പെട്ടതിൻ്റെ ബൈക്കിൽ വല്ലതും ആണോ ഗൈസ്? അപ്പം സ്വപ്നത്തിൽ ബൈക്ക് ഉണ്ടോ നോക്കട്ടെ. എന്തെങ്കിലും കാണുമായിരിക്കും അവിടെ. ഓ കണ്ടോ? ബൈക്കുണ്ട് ഗൈസ്. അപ്പം സ്വപ്നത്തിൽ കണ്ടതെല്ലാം സത്യം വരുവാ ഗൈസ്. എന്തെങ്കിലും ഇപ്പം ചെയ്തേ പറ്റൂ. ഇതിപ്പോൾ ആരും വിശ്വസിക്കുന്നത് നമ്മളിത് പറഞ്ഞ കഥ ഗൈസ്. എല്ലാം നടന്നു. ഇപ്പം നമുക്ക് മറ്റേ കാറ് പോലെ ഉള്ളു ഗൈസ്. ഇനി എന്തെങ്കിലും നമുക്ക് ചെയ്തേ പറ്റൂ ഗൈസ്. ഗൈസ് ഇപ്പം എന്തോ ചെയ്യും നമ്മളിപ്പം ഗൈസ്. നമുക്കിപ്പോൾ ഒരു കാറ് ആ ടയർ ഇല്ലാത്ത കാറ് മാത്രമേ ഉള്ളൂ. സ്വപ്നത്തിൽ കണ്ടതെല്ലാം സത്യമല്ല ഗൈസ്. അത് ഞാൻ പിന്നെ എന്തോ ശബ്ദം കേട്ടിട്ടാണ് എണ്ണീറ്റത് തന്നെ ഗൈസ്. അപ്പോൾ ഗൈസ് അത് ശരിക്കും ഒരു സ്വപ്നമായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിൽ നടക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.